പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. We discussed about the nature of public opinion in our previous class, or what makes public opinion as public. പബ്ലിക് ഒപ്പീനിയൻ എന്താണ്, പബ്ലിക് ആക്കി മാറ്റുന്ന ഘടകങ്ങൾ എന്താണ് തുടങ്ങിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്ക് രണ്ട് ഡെഫിനിഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ലോവിന്റെ വളരെയധികം ഇൻക്ലൂസീവ് ആയിട്ടുള്ള, അതായത് പബ്ലിക് ഒപ്പീനിയന്റെ ആ ഒരു പബ്ലിക് എന്ന വാക്കിനെ എന്തുകൊണ്ടാണ് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന രീതിയിലുള്ള വളരെയധികം പ്രിസൈസ് ആൻഡ് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ പബ്ലിക് ഒപ്പീനിയന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഘടകമാണ് നമ്മള് നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. എങ്ങനെയാണ് നമ്മള് ഓരോ സിറ്റിസണും അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിലൂടെ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ് തുടങ്ങിയ ഒരു 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഞാൻ അതിന്റെ ഈ ഒരു ആമുഖത്തിനും വേണ്ടി ഒന്നുകൂടെ ഓടിച്ചിട്ട് പറയുകയാണ്. അതായത് പബ്ലിക് ഈസ് ഇൻട്രസ്റ്റ് ഇൻ ഗവൺമെന്റ്, വി ആർ ലെറ്റിംഗ് ദ ഗവൺമെന്റ്, ഓർ വി ആർ ലെറ്റിംഗ് know the authorities that we are interested in matters of government. ഗവൺമെന്റിന്റെ കാര്യങ്ങളിൽ ഞങ്ങളും താല്പര്യ കക്ഷികളാണ് എന്ന് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റോട് പറയുന്നത് ദ പബ്ലിക് നോസ് വാട്ട് ഇറ്റ് വാണ്ട്സ്, ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ജനങ്ങൾക്കറിയാം. മൂന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് ജനങ്ങൾക്ക് അറിയുന്നത് കൂടി തന്നെ ജനങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള എബിലിറ്റി കൂടെ ഉണ്ട്. അതുപോലെ തന്നെ പബ്ലിക്സ് വിൽ വുഡ് ബി ഇനാക്റ്റഡ് ഇൻ ടു ലോ, ഈ ഒരു വില്ല് ജനങ്ങളുടെ താല്പര്യം വിൽ ബി ഇനാക്റ്റഡ് ഇൻ ടു ലോ, ദാറ്റ് വിൽ ബിക്കം ദ ലോ. അതൊരിക്കലും ജനങ്ങളിൽ നിന്ന് എടുത്തു കളയാൻ പറ്റാത്ത ഒന്നാണ് എന്ന് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പബ്ലിക് ഒപ്പീനിയന്റെ നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയൻസ് ചെറിയൊരു ഭാഗം കൂടെ ബാക്കിയുണ്ട്. ആ ഒരു ഭാഗം കൂടെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഒരു നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയനോട് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മളിപ്പോ പബ്ലിക് ഒപ്പീനിയന്റെ നേച്ചർ പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ ഇതിനകത്ത് ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ആയിട്ട് മാറുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് വാട്ട് ആർ ദ കോമ്പോണൻസ് ഓഫ് എ പബ്ലിക് ഒപ്പീനിയൻ. ഒരു പബ്ലിക് ഒപ്പീനിയനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് എന്നൊരു ഭാഗം കൂടെയാണ് ഇവിടെ ബാക്കിയുള്ളത്. അതിൽ ആദ്യമായിട്ടുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ ഫൈനർ ആണ് ഈ ഒരു 3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പണൻസ് ഓഫ്, നമുക്ക് കോമ്പണൻസ് എന്ന് തന്നെ പറയാം, കോമ്പണൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. ഒരു പബ്ലിക് ഒപ്പീനിയനകത്ത് ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ച് ഫൈനർ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് എന്ന് അല്ലെങ്കിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് എ റെക്കോർഡ് ഓഫ് ഫാക്ട്സ്. ആസ് എ റെക്കോർഡ് ഓഫ് ഫാക്ട്, ഒപ്പീനിയൻ മീൻസ് സച്ച് എ സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആസ് ദ സോവിയറ്റ് യൂണിയൻ ഹാസ് എക്സ്പ്ലോഡഡ് ഇൻ എ സൂപ്പർ ബോംബ്. അതൊരു ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു നമ്മുടെ ഒപ്പീനിയൻസിനകത്ത് ഫാക്ട്സ് വേണം, അല്ലാതെ നമ്മള് കപടമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞ് മാനിപ്പുലേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാനിപ്പുലേഷനകത്ത് ഒരുപാട് ഫാക്ടുകളല്ലാത്ത, നമ്മൾ ഫാക്ട് ചെക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കപടമായിട്ട് നിർമ്മിച്ചെടുത്ത ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ പബ്ലിക് ഒപ്പീനിയനകത്ത് ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഫാക്ട്. കാരണം ഫാക്ടുകൾക്ക് അനുസരിച്ചാണ് ജനങ്ങൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടുകൾ പബ്ലിക് ഒപ്പീനിയൻസിന്റെ അകത്ത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. രണ്ടാമതായിട്ടുള്ള പോയിന്റ് എ ബിലീഫ്, അതായത് ജനങ്ങൾക്കൊരു വിശ്വാസം. ആസ് എ ബിലീഫ്, ഒപ്പീനിയൻസ് ഇംപ്ലൈസ് നോട്ട് ഓൺലി എ റെക്കോർഡ് ഓഫ് ഫാക്ട്സ് ബട്ട് ആൾസോ ദെയർ വാല്യുവേഷൻ. അതായത് ജനങ്ങള് ആ ഒരു ഫാക്ടിനെ കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അവര് ആ ഒരു ഫാക്ടിനെ നോക്കിക്കാണുന്നത്, അവരെങ്ങനെയാണ് അതിനെ അനലൈസ് ചെയ്യുന്നത്, അതിനെ വാല്യൂ ചെയ്യുന്നത്, അതിന്റെ ഒരു വാല്യുവേഷൻ, ആ ഒരു ഫാക്ടിന്റെ വാല്യുവേഷനും കൂടെ പബ്ലിക് ഒപ്പീനിയനില് അകത്തുണ്ടാവും. ഇറ്റ് ആൾസോ ഇൻവോൾവ്സ് എ പ്രൊഫസി അബൌട്ട് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവന്റ്സ്. അതിനെ ആ ഒരു ഫാക്ടിനെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ബോധം ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതും കൂടെ പബ്ലിക് ഒപ്പീനിയനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ളത് വിൽ, ആഗ്രഹം, അല്ലെങ്കിൽ നമ്മളൊരു വിൽ അതിനകത്ത് വേണം. ആസ് എ വിൽ, ഒപ്പീനിയൻ ഈസ് നോട്ട് മിയർലി എ റെക്കോർഡ് ആൻഡ് വാല്യുവേഷൻ ഓഫ് ഫാക്ട്സ്.
നമ്മളെ കയ്യിലുള്ള കുറച്ച് ഫാക്ട് അത് നമ്മൾ എങ്ങനെ അനലൈസ് ചെയ്തു, അതിനെ എങ്ങനെ വാല്യൂ ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ ഇറ്റ് ആൾസോ അസേർട്ട് എ കോഴ്സ് ഓഫ് ആക്ഷൻ. അതിന്റെ ഒരു അതിനെ എങ്ങനെയാണ് നമ്മളൊരു പരിഹാരം കാണേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ജനങ്ങളുടെ ഒരു ആഗ്രഹവും കൂടെ അതിനകത്ത് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് അതിലൂടെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു 3 കാര്യങ്ങളാണ് പബ്ലിക് ഒപ്പീനിയന്റെ മെയിൻ കോമ്പണൻസ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് നമ്മുടെ കയ്യിലുള്ളത്, ഇപ്പൊ നമുക്കറിയാം കാശ്മീർ ഇഷ്യൂ എടുത്തു നോക്കുകയാണെന്ന് നോക്കാം. അല്ലെ, കാശ്മീർ ഇഷ്യൂ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ കാശ്മീരിനെ കുറിച്ച് നടക്കുന്നുണ്ട്. പല രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. ഓരോ ആളുകൾക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട്. ചിലർ ഭയങ്കരമായിട്ട് പ്രാഗ്മാറ്റിക്കൽ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. ചിലര് എക്സ്ട്രീം നാഷണലിസം വെച്ച് പറയുന്ന ആളുകളുണ്ട്. ചിലര് തീർത്തും പാട്രിയോട്ടിക് ആയിട്ട് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ നമ്മള് കാശ്മീരിനെ കുറിച്ച് there is a kind of unrest in Kashmir is boiling. അത് ആക്ച്വലി ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഫാക്ട്. അതൊരു ഫാക്ട് തന്നെയാണ്. കാരണം കാശ്മീരിന്റെ ഒരു ഭാഗത്ത് നമ്മൾ ആരും അറിയാത്ത കാശ്മീർ ആക്ച്വലി നമുക്ക് ഈ ആർട്ടിക്കിൾ 370 വന്നതിന് അതായത് ഇപ്പൊ 370 റിപ്പീൽ ചെയ്തല്ലോ ഈ അടുത്ത കാലത്ത്. അപ്പൊ അതിന് മുമ്പുള്ള കാശ്മീർ നമുക്ക് ആക്ച്വലി 3 രീതിയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതില് നമ്മള് ഇന്ത്യൻ കാശ്മീർ, ദ കാശ്മീർ വിച്ച് ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ, വേർ ഇന്ത്യ ഹാസ് കൺട്രോൾ ഓവർ ദ ടെറിട്ടറി, ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീർ ഒരു ഭാഗം. പിന്നെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ, നമ്മൾ അതിനെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കും. നമ്മുടെ കയ്യിലുള്ള കാശ്മീരിനെ പാകിസ്ഥാനികള് ഇന്ത്യൻ ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കും. എന്താണെങ്കിലും ഈ ഒരു ഇന്ത്യയുടെ കയ്യിലുള്ള കാശ്മീർ ഉണ്ട്, അതുപോലെ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ ഉണ്ട്, അതുപോലെ മൂന്നാമതായിട്ട് ഈ 2 രാജ്യങ്ങൾക്കും ഇല്ലാതെ ഒരു ആസാദി കാശ്മീർ ഉണ്ട്, ആസാദിയായിട്ട് ഇൻഡിപെൻഡന്റ് കാശ്മീർ ഉണ്ട്. അപ്പൊ ഈ ഒരു 3 തരത്തിലുള്ള കാശ്മീറുകളുണ്ട്. അപ്പൊ ഈ ഒരു കാര്യത്തിനെ ഇത് ഫാക്റ്റാണ്. അവിടെ കാശ്മീരിൽ അൺട്രസ്റ്റുകൾ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എല്ലാം നമുക്ക് ഇപ്പോഴും ഇന്ത്യൻ ഭൂപടത്തിൽ കാണാൻ കഴിയും എന്നുള്ള ഒരു കാര്യം അതിപ്പോഴും നമ്മൾ ഇന്ത്യയുടെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് ഭൂപടത്തിൽ. ഞാൻ ആ ഭാഗത്തിലോട്ട് കോൺട്രവേഴ്സി ആയിട്ടൊന്നും കടക്കുന്നില്ല. നമ്മൾ പറഞ്ഞു തന്നത് ഇതൊരു ഫാക്റ്റാണ്. കാശ്മീർ ഈസ് ബോയിലിംഗ്, അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് അതിനെ നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ബിലീഫ്. നമ്മൾ വിശ്വസിക്കുന്നു കാശ്മീർ ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യ, അത് ഇന്ത്യയുടെ ഭാഗം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത് ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ. അത് തീർത്തും സത്യം തന്നെയാണ്. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. കാശ്മീരുകളെ കൂടെ നമ്മൾ ഇന്ത്യക്കാരായി പരിഗണിക്കണം എന്നുള്ള ഒരു വിശ്വാസം. മൂന്നാമത് വിൽ, എ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് കാരണം ഒരുപാട് പതിറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്ത് വളരെയധികം പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് കാശ്മീർ ഇഷ്യൂ എന്ന് പറയുന്നത്. ഒരുപാട് ഗവൺമെന്റുകളും രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും വേണ്ടി കാശ്മീരിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ റീസൺസ് വൈ കാശ്മീർ ഈസ് സ്റ്റിൽ ബോയിലിംഗ്. ഇപ്പോഴും കാശ്മീർ ഒരു പ്രശ്നബാധിത പ്രദേശമായിട്ട് നിൽക്കാനുള്ള കാരണം അതുകൂടിയാണ്. അപ്പോ ഞാൻ ആ ഭാഗത്തോട്ട് കടക്കുകയല്ല. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തും എന്നൊരു ചോദ്യമുണ്ട്. അതാണ് എ വിൽ, എ കോഴ്സ് ഓഫ് ആക്ഷൻ. അപ്പൊ ഈ ഒരു 3 ഘടകങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് പബ്ലിക് ഒപ്പീനിയൻ അബൌട്ട് കാശ്മീരിനെ കുറിച്ചുള്ള നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ. അതായത് ആദ്യമായിട്ട് കാശ്മീരിന് പ്രശ്നങ്ങളുണ്ട് എന്നുള്ള ഒരു ഫാക്ട്, രണ്ടാമതായിട്ട് അതിനെ നമ്മൾ എങ്ങനെ, അതായത് ആ ഒരു വിഷയത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള രണ്ടാമത്തെ ഭാഗം, മൂന്നാമത് അതിനൊരു കോഴ്സ് ഓഫ് ആക്ഷൻ, അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യം പറയുന്ന മൂന്നാമത്തെ ഭാഗം. ഈ 3 കോമ്പണന്റ് ചേരുമ്പോഴാണ് പബ്ലിക് ഒപ്പീനിയൻ ആവുന്നത് എന്നുള്ളതാണ് ഫൈനർ പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് പബ്ലിക് ഒപ്പീനിയനെ കുറിച്ച്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് പബ്ലിക് ഒപ്പീനിയനിൽ നമുക്ക് പറയാനുള്ള ഭാഗങ്ങള്. ബാക്കിയുള്ള ഇനിയുള്ളത് എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ സക്സസ് ആവുന്നത്, വാട്ട് ആർ ദ മെഷേഴ്സ് നീഡഡ് ഫോർ ദ സക്സസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ, അല്ലെങ്കിൽ ഫോർ ദ സക്സസ്ഫുൾ എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പിന്നെയുള്ളത് അതിനൊരു ഹിൻഡ്രൻസ് ആയിട്ട്, ഹെർഡിൽസ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ വരാനിരിക്കുന്ന ക്ലാസ്സുകളിൽ
ചർച്ച ചെയ്യാം. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ നൗ. താങ്ക് യു അഗൈൻ ഫോർ വാച്ചിങ്.